Hi students, welcome back. This is our third class. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിനെ പറ്റിയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂസേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ചിരുന്നു. പിന്നെ ഡെബിറ്റിനെ പറ്റി ക്രെഡിറ്റിനെ പറ്റി ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ജേർണൽ എൻട്രീസ് പാസ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. അതിൽ മെയിനായിട്ടൊരു ഏരിയയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഇതിലിപ്പോൾ 12 നമ്പേഴ്സാണ് ഞാൻ പറയുന്നത്. അതിൽ 6 നമ്പേഴ്സ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് 6 നമ്പേഴ്സ് പറഞ്ഞാൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിലെ ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, സെക്കൻഡ് വൺ പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, തേർഡ് വൺ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, fourth one money measurement concept, then fifth one accrual system of accounting, then sixth one matching concept. ഈ 6 numbers നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. വൺ ബൈ വൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Dual aspect concept. Duality principle is a fundamental convention of accounting that necessitates the recognition of all aspects of an accounting transaction. Aspects of transactions are classified into two. One is debit and another one is credit. അപ്പോൾ നമുക്കറിയാം, ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് മൈൻഡിൽ വെക്കേണ്ട ഒരു കൺസെപ്റ്റാണിത്. എവറി ട്രാൻസാക്ഷൻ, ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതിന് ഡ്യുവൽ കൺസെപ്റ്റാണുള്ളതെന്നാണ് പറയുന്നത്. അതിന് 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഒന്ന് ഡെബിറ്റ്, 2 ക്രെഡിറ്റ്. ഈ കൺസെപ്റ്റിൻ്റെ ബേസിക് എന്ന് പറയുന്ന ഇതാണ്. അതായത് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ 2 ആസ്പെക്ട്സ് ഉണ്ടാവും, ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്ന് ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ ഇതിനെപ്പറ്റി ഫർദർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം, സെക്കൻഡ് സെഷനിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ഇതിൽ നമ്മൾ പറഞ്ഞത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്ട്സ്. വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അനദർ വൺ ഈസ് ക്രെഡിറ്റ്. ദെൻ പീരിയോഡിസിറ്റി കൺസെപ്റ്റ്. പീരിയോഡിസിറ്റി കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, അക്കൗണ്ട്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ആഫ്റ്റർ എവറി പീരീഡ് ആൻഡ് നോട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് ദി എൻറ്റിറ്റി. യൂഷ്വലി ദിസ് പീരീഡ് ഈസ് 1 calendar year. In India, we follow 1st April of a year to 31st March of immediately following year. ഇത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് വുമനാണ്. ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഫ്രം 2015 ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ 2020 ആണ്. അപ്പം 5 years ആയി. 5 yearsൽ ഞാൻ അക്കൗണ്ട്സ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ 5 years കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും, ഞാൻ പ്രോഫിറ്റിലാണോ, ഞാൻ ലോസിലാണോ. അപ്പം എനിക്ക് എത്ര ട്രൈ ചെയ്താലും അക്കൗണ്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് പിന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പം ഞാനൊരു CA അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ CA ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ. അപ്പോൾ അല്ല. അപ്പോൾ പുള്ളി പറയും, നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ തരൂ. നിങ്ങളുടെ ഓൺ ആൻ ആവറേജ് ഇയർലി സെയിൽസ് എത്ര, പർച്ചേസ് എത്ര, നിങ്ങളുടെ എക്സ്പെൻസസ് ആയ ടെലിഫോൺ, ദെൻ കൺവെയൻസ്, സാലറി തുടങ്ങിയ, പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് ട്രാൻസാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം എടുത്തിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നാച്ചുറലി അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടും. എയ്തർ നമുക്ക് എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കോളൂ. 5 yearsന് ശേഷം അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അറിയുന്നു എനിക്ക് ലോസ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തീർച്ചയായും ചിന്തിക്കും, ഒരു 1 year മുന്നേ അല്ലെ 2 year മുന്നേ അല്ലെ 3 year മുന്നേ ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ഒക്കെ എടുത്ത് എൻ്റെ ഈ ലോസ് ഓവർകം ചെയ്തേനെ നമ്മൾ തീർച്ചയായും ചിന്തിക്കത്തില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ
ഈ കൺസെപ്റ്റ് അനുസരിച്ച്, പീരിയോഡിസിറ്റി കൺസെപ്റ്റ് അനുസരിച്ച് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അക്കൗണ്ട്സ് ബിസിനസ് ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലൈഫ് തീരുമ്പോഴല്ല നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യേണ്ടുന്നത്. ഒരു പർട്ടിക്കുലർ പീരീഡിൽ നിങ്ങൾ അക്കൗണ്ട്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക്ലി ചെയ്യാം, മന്ത്ലി ചെയ്യാം, ക്വാർട്ടർലി ചെയ്യാം. നോർമലി നമ്മളിവിടെ പറയുന്നത് ഇയർലി, അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ നിങ്ങൾ ചെയ്യണം. ഇയർലി നിങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ പർട്ടിക്കുലർ പീരീഡിൽ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ട് നമുക്ക് സെയിൽസ് പർച്ചേസ് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതാണ് പീരിയോഡിസിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. നിങ്ങൾ ലൈഫ് എൻഡ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ എൻഡിങ്ങിലേക്ക് നോക്കി നിൽക്കാതെ നിങ്ങളൊരു പർട്ടിക്കുലർ പീരീഡിൽ നിങ്ങളുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. അതൊരു ബേസിക് കൺസെപ്റ്റാണ് അക്കൗണ്ടിങ്ങിൻ്റെ. ദെൻ തേർഡ് വൺ ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അതിൻ്റെ ആ വേർഡ് മീനിങ് ഇംപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെയാണത്. ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു ബിസിനസ് തുടങ്ങി. ആദ്യം ഒന്ന് വായിക്കാം. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇംപ്ലൈസ് ദാറ്റ് എ ബിസിനസ് എൻറ്റിറ്റി വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് will not be liquidated or be forced to discontinue its operation due to any reason. That means, ഞാനിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ വിചാരിക്കാം ഒരു 6 months കഴിയുമ്പോൾ അങ്ങ് ബിസിനസ് ക്ലോസ് ചെയ്തേക്കാം. അങ്ങനെ വിചാരിച്ച് ആരെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമോ? ഏതൊരു മനുഷ്യൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓക്കെ ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണ്, ഇത് വളരെ നന്നായിട്ട് പോകും, ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിലൊന്നും ഞാൻ ഒരു കാരണവശാലും എൻ്റെ ബിസിനസ് ക്ലോസ് ചെയ്യത്തില്ല എന്നൊരു അസംഷനിലാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? എൻ്റെ ബിസിനസ് ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു സംഭവമാണ്, ഇതിപ്പോഴെങ്ങും ക്ലോസ് ചെയ്യുന്നില്ല. അല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞാൽ എനിക്കിപ്പോൾ വേറൊരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ, എനിക്കറിയാം ഒരു 2 weeks കൂടെ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 weeks ഈ സമയത്ത് പല ട്രാൻസാക്ഷൻസും ഉണ്ട്. സാലറി കൊടുക്കുന്നുണ്ട്, പിന്നെ റെൻറ്റ് കൊടുക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ബില്ലുകൾ കിട്ടാനുണ്ട്, സെയിൽസിൻ്റെ ബില്ലുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, ഈ എന്തായാലും അടച്ചു പൂട്ടല്ലേ, എന്തിനാണ് നമ്മൾ ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്? അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും അടച്ചു പൂട്ടുക, പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല എന്നൊരാൾ പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്ന് വരെ ഈ ബിസിനസ് നടക്കുന്നോ അന്ന് വരെയുള്ള ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്തപ്പോൾ ഈ ബിസിനസ് പ്രോഫിറ്റിലായിരുന്നോ ലോസിലാണോ ക്ലോസ് ചെയ്തത് എന്ന് നമുക്കറിയണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ട്, ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കേണ്ട സാഹചര്യമാണെങ്കിൽ കൊടുക്കണം, ഗവൺമെൻറ്റിൽ അക്കൗണ്ട് കൊടുക്കണം, നമ്മളുമായി റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ യൂസേഴ്സായ എല്ലാവർക്കും നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. സോ നമ്മൾ എപ്പോഴും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഇത് ക്ലോസ് ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊരു കണ്ടിന്യൂറ്റി ഉള്ള സംഭവമാണ് എന്ന ഒരു ബേസിക് അസംഷൻ അല്ലെങ്കിൽ ബേസിക് കൺസെപ്റ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ തേർഡ് കൺസെപ്റ്റ് ഈസ് ഓൾസോ ഓവർ. അപ്പോൾ ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പറഞ്ഞു, പീരിയോഡിസിറ്റി കൺസെപ്റ്റ് പറഞ്ഞു, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് വൺ, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് ഇത് ഞാൻ പഴയ ക്ലാസ്സുകളിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പഴയ ക്ലാസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വായിക്കാം. അണ്ടർ ദിസ് കൺസെപ്റ്റ് ഓൺലി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ദാറ്റ് ആർ കേപ്പബിൾ ഓഫ് ബീങ് മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ല അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്. അതായത് മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ വളരെ സിൻസിയറായിട്ട് എൻ്റെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സിൻസിയറിറ്റി കൊണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് 50,000 രൂപ പ്രോഫിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 50,000 രൂപ എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ട് ചെയ്യേണ്ടി വരും. പക്ഷേ എൻ്റെ സിൻസിയറിറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എൻ്റെ സിൻസിയറിറ്റിക്ക് ഓക്കെ, എനിക്ക് ചിലപ്പം ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് സാലറി ആയിട്ട് ഡ്രോ ചെയ്ത് എടുക്കുന്നത് 20,000 rupees ആയിരിക്കും.
അല്ലാതെ സിൻസിയറിറ്റി എന്ന് പറഞ്ഞിട്ട് എനിക്ക് സിൻസിയറിറ്റിയെ മെഷർ ചെയ്യാൻ പറ്റുമോ മണി മെഷർമെൻറ്റിൽ? അപ്പോൾ എവറി ട്രാൻസാക്ഷൻസ് നമുക്ക് മോണിറ്ററി ടേംസിൽ അല്ലെ പൈസ വൈസ് നമുക്ക് പറയാൻ കഴിയുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് ബുക്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ 10,000 റുപ്പീസിന് ഞാൻ പർച്ചേസ് ചെയ്തു. ദെൻ ആ 10,000 വാങ്ങിയ സാധനം 15,000 ഞാൻ സെയിൽ ചെയ്തു. അപ്പോൾ 10,000 പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഇവൻ്റാണ് അല്ലെ ട്രാൻസാക്ഷനാണ്, ഞാൻ റെക്കോർഡ് ചെയ്തു. അപ്പം മറ്റിലെന്ന് പറഞ്ഞാൽ 10,000 വാങ്ങിയ സാധനം 15 കൊടുത്തു. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 5,000. ഈ 5,000 സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഈ 10,000 വാങ്ങിയ സാധനമാണ് നമ്മൾ കൊടുത്തത് 15,000. അപ്പോൾ ഈ എന്താ വിചാരിക്കുക, എന്നാൽ ഈ 5,000 റെക്കോർഡ് ചെയ്യണ്ട, നമ്മൾ 10,000 വാങ്ങിയ സാധനം കൊടുത്തു. അപ്പോൾ എന്താ അങ്ങനെ പറ്റത്തില്ല? 5,000 മോണിറ്ററി ടേംസ് വന്നിരിക്കുകയാണ്, മണി മെഷർമെൻറ്റ് അത്രയും വന്നിരിക്കുക. ആ സെയിലിൻ്റെ ട്രാൻസാക്ഷൻ മെഷർ ചെയ്യുന്നത് 15,000 അപ്പം നമ്മൾ 15,000 റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അനദർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസിന് വാങ്ങിയ സ്റ്റോക്കിൽ 5,000 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഞാൻ 8,000 സെയിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ 5,000 സാധനം 8,000 കൊടുത്തു. അത് നമ്മൾ റെക്കോർഡ് ചെയ്ത്, രണ്ടും റെക്കോർഡ് ചെയ്യും, പർച്ചേസും റെക്കോർഡ് ചെയ്യും, സെയിലും റെക്കോർഡ് ചെയ്യും. ദെൻ ബാക്കി നമ്മൾ എന്നാ ചെയ്യുന്നത്? 5,000 സാധനം നമ്മുടെ കയ്യിലിരിക്കുകയാണ്, ആ സ്റ്റോക്ക് ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും, സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മണിയിൽ മെഷർ ചെയ്യുന്ന സാധനങ്ങൾ അല്ലെ മണിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആയിരിക്കും നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതേണ്ടുന്നത്, ബുക്സിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അതാണ് 4ാമത്തെ കൺസെപ്റ്റ്. ഇപ്പോൾ 5th കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പലർക്കും അറിയായിരിക്കും, നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവരാണ്, ഇത് പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. Under accrual system of accounting, income and expenses are recorded as and when the transactions takes place, even if the payment are in received or expenses are not paid. Example പറഞ്ഞാൽ അക്രൂവൽ ബേസിസിൽ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ എൻ്റെ ഓഫീസിനടുത്തൊരു സ്റ്റേഷനറി ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ഒരു മാർക്കർ വാങ്ങി 30 റുപ്പീസ്. എന്നിട്ട് അക്കൗണ്ട്സ് ഒന്നും അറിയത്തില്ലെങ്കിലും ഞാൻ എൻ്റെ എക്സ്പെൻസ് ഒരു സൈഡിൽ എഴുതുന്നു, ഇൻകം ഒരു സൈഡിൽ എഴുതുന്നു. അപ്പോൾ ഈ 30 റുപ്പീസ് ഞാൻ കൊടുത്ത് മാർക്കർ വാങ്ങി, അതൊരു എക്സ്പെൻസാണ്, ഞാനപ്പോൾ എഴുതുവാണ് മാർക്കർ. ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 1/3/2020. മാർക്കറിൻ്റെ എക്സ്പെൻസ് ഞാൻ എഴുതി 30. അപ്പോൾ എന്താ സംഭവിച്ചേ? ഒരു എക്സ്പെൻഡിച്ചർ ഇൻകറായി നമ്മൾ എക്സ്പെൻസ് ലിസ്റ്റിൽ എഴുതി, അതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. നേരെ മറിച്ച് ഞാൻ മാർക്കർ വാങ്ങാൻ പോയി, ഇപ്പോൾ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ എൻ്റെ അക്കൗണ്ടിൽ എഴുതിയേക്കൂ, ഞാൻ നാളെയോ മറ്റന്നാളോ കൊണ്ടുതരാം എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് മാർക്കർ എന്ന് പറഞ്ഞ എക്സ്പെൻസിൽ എഴുതണോ? കാര്യം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയില്ല. അങ്ങനെ മാർക്കറിന്ന് എഴുതണോ വേണ്ടോ എന്നുള്ളതാണ് ഡൗട്ട്. കാരണം നമുക്ക് മാർക്കർ വാങ്ങി, നമുക്ക് എക്സ്പെൻസ് ഉണ്ട്, പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയില്ല. അതുകൊണ്ട് നാളെ കൊടുത്തു, അതായത് 2-ാം തീയതി ഞാൻ കൊടുത്തു, അപ്പോൾ എഴുതിയാൽ പോരെ എന്നുള്ളതാണ് ഡൗട്ട്. അക്രൂവൽ ബേസിസ് അനുസരിച്ച് അത് പോരാ. എന്ന് വെച്ചാൽ എക്സ്പെൻഡിച്ചറും പേയ്മെൻറ്റും രണ്ടും രണ്ടാണ്. കാര്യം മാർക്കർ വാങ്ങിയപ്പോൾ തന്നെ എനിക്ക് എക്സ്പെൻഡിച്ചർ ആയി. അല്ലാതെ അയാളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ മാർക്കർ വാങ്ങി, ഇനിയിപ്പോൾ അതുവഴി പോവാതെ അയാൾക്ക് കൊടുക്കാതെ പോകാൻ നമുക്കൊരു ഉദ്ദേശമില്ല. ദാറ്റ് മീൻസ് എൻ്റെ സ്ഥാപനത്തിൽ 30 രൂപയുടെ എക്സ്പെൻഡിച്ചർ ആയി. പേയ്മെൻറ്റ് കൊടുത്താലും കൊടുത്തില്ലേലും, അന്ന് കൊടുത്താലും കൊടുത്തില്ലേലും, നാളെ കൊടുക്കുമ്പോൾ എഴുതിയാൽ പോരാ. അത് നമുക്കിവിടെ ഒരു എക്സ്പെൻഡിച്ചർ എസ്റ്റാബ്ലിഷായി, നമുക്കത് കൊടുക്കാനുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യും? ഇത് 1-ാം തീയതി തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. എപ്പോഴാണോ ആ എക്സ്പെൻഡിച്ചർ ഇൻകർ ആയത് അന്ന് തന്നെ നമ്മൾ എക്സ്പെൻഡിച്ചർ എഴുതി വെക്കും. അത് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. ഈ ഒരു ബേസിസിൽ അക്കൗണ്ട് ചെയ്യുന്നതിനെയാണ് അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇൻകം, എനിക്ക് ഒരു ഇൻകം വരാനുണ്ട് എന്ന് കൺഫേം ആയിക്കഴിഞ്ഞാൽ അത് ഞാൻ റെക്കോർഡ് ചെയ്യും.
ചിലപ്പോൾ റെസീറ്റ് ഒരു ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞോ ആയിരിക്കും കിട്ടുന്നത്. എന്നാണോ ഇപ്പോൾ ഞാനൊരു സെയിലാണ് നടത്തുന്നത്, ക്രെഡിറ്റ് സെയിലാണ് നടക്കുന്നത് 1/3/2020, എനിക്കറിയാം ആ ബില്ല് എനിക്ക് 10 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അപ്പം എന്നാലും 10 ദിവസം കഴിഞ്ഞിട്ടല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഈ 1/3/2020 തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഈ ഒരു ബേസിസിൽ നമ്മൾ ഇറസ്പെക്റ്റീവ് ഓഫ് പേയ്മെൻറ്റ് ആൻഡ് റെസീറ്റ് നമ്മൾ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും റെക്കോർഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ പറയുന്നത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്യാഷ് ബേസിസ് ഉണ്ട്. ക്യാഷ് ബേസിസിലാണെങ്കിൽ നമ്മൾ റെസീറ്റിൻ്റെയും പേയ്മെൻറ്റിൻ്റെയും ബേസിലായിരിക്കും എക്സ്പെൻസും ഇൻകവും നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. നോർമൽ കോഴ്സിൽ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണുമ്പോൾ നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഇത് അക്രൂവൽ ബേസിസിലാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തേത്. ആറാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാച്ചിങ് കൺസെപ്റ്റ്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ matching concept implies firm recognize revenues and the related expenses in the same accounting period. The purpose of matching concept is to avoid misstating earnings for a period. ഇതിൽ ഉദാഹരണം പറഞ്ഞാൽ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ അക്കൗണ്ട്സ് എഴുതാൻ പോവാണ്. ഞാൻ എഴുതുന്നത് ജനുവരി 2020 എക്സ്പെൻസാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എക്സ്പെൻസ് എഴുതുകയാണ്, ഓരോന്നും ഞാൻ എക്സ്പെൻസ് എഴുതും. അപ്പം നമുക്ക് ഇൻകവും ഉണ്ട്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് പോകുമ്പോഴാണല്ലോ നമുക്ക് എത്രയാണ് ഏണിങ് എന്നറിയുന്നത്. ഇൻകം എന്ന് പറയുന്നത് ഞാൻ എഴുതിയത് ഫെബ്രുവരി 2020 ആണ്. അപ്പോൾ ഈ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ ഇൻകം, എൻ്റെ തന്നെ എക്സ്പെൻസ്. പക്ഷേ ഇതിൻ്റെ ആൻസർ തെറ്റായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പീരീഡ് മാച്ച് ആവുന്നില്ല. ഇൻകം ഫെബ്രുവരിയുടേതും എക്സ്പെൻസ് ജനുവരിയുടേതുമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകത്തിനെയും എക്സ്പെൻസിനെയും നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു 4 ദിവസത്തേക്ക് വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട്സ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4 ദിവസത്തെ ഇൻകവും ഈ 4 ദിവസത്തെ എക്സ്പെൻസുമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മാസത്തെ ചെയ്യാം. അപ്പോൾ ഒരു മാസത്തെ ഇൻകവും ഒരു മാസത്തെ എക്സ്പെൻസുമാണ് നമുക്ക് നോക്കുന്നത്. 6 മാസത്തെ ചെയ്യാം. 6 മാസത്തെ എക്സ്പെൻസും 6 മാസത്തെ ഇൻകവുമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 1 ഇയറിലെ ചെയ്യാം. ആ 1 ഇയറിലെ എക്സ്പെൻസും ആ 1 ഇയറിലെ ഇൻകവുമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിനെയാണ്, ഇങ്ങനെ മാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 3 കൺസെപ്റ്റ് വരും. നമുക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ മാച്ചിങ് കൺസെപ്റ്റ്, അതായത് നമ്മളിപ്പം 2019 അക്കൗണ്ട്സ് ചെയ്യുന്നെങ്കിൽ എക്സ്പെൻസും 2019 ഇൻകവും 2019 അങ്ങനെ ഓരോ കാര്യങ്ങളും 2019 റിലേറ്റ് ചെയ്തത് മാത്രമായിരിക്കണം. അപ്പോൾ 2019 എന്ന് പറയുന്നത് ഒരു പീരീഡാണ്. അപ്പോൾ പീരിയോഡിസിറ്റി കൺസെപ്റ്റും അവിടെ വന്നു. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്രൂവൽ കൺസെപ്റ്റ്. ഈ പീരീഡിൽ നിങ്ങൾ കൊടുത്തോ കൊടുത്തില്ലയോ ഈ പീരീഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസും നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇൻകം ആണെങ്കിലും ഈ 2019 നിങ്ങൾക്ക് എന്തൊക്കെ ഇൻകം ഉണ്ടോ, നിങ്ങൾക്കത് കിട്ടിയോ കിട്ടിയില്ലയോ അത് നിങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 3 കൺസെപ്റ്റ് ഇവിടെ മാച്ചായി പോകുന്നുണ്ട്. മാച്ചിങ് കൺസെപ്റ്റ്, പീരിയോഡിസിറ്റി കൺസെപ്റ്റ്, അക്രൂവൽ കൺസെപ്റ്റ്. അപ്പം വൺസ് അഗെയിൻ ഒന്നുകൂടെ നമുക്ക് നോക്കാം. നമ്മളിപ്പം 12 അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ് ഈ ക്ലാസ്സിൽ ആദ്യം പറഞ്ഞത്. അതിൽ വന്നിട്ട് നമ്മൾ 6 ഇപ്പോൾ കവർ ചെയ്തു. ഒന്നെന്ന് പറഞ്ഞാൽ ഡ്യുവൽ ആസ്പെക്റ്റ് concept, periodicity concept, going concern concept, money measurement concept, accrual system of accounting, matching concept. ബാക്കിയുള്ള കൺസെപ്റ്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. താങ്ക്സ് അഗൈൻ.